10 വർഷത്തെ പിണറായി ഭരണത്തിന് ശേഷമാണ് വി ഡി സതീശൻ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒരു പ്രത്യേകതയുമുണ്ട്. കാരണം 1982 കെ കരുണാകരൻ മന്ത്രിസഭ, അതായത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് എല്ലാ മന്ത്രിമാരും ഒന്നിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനുശേഷമൊക്കെ വന്നപ്പോൾ കുറച്ച് മന്ത്രിമാരാണ്, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഒക്കെ കാലത്ത് കുറച്ച് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ബാക്കി നിയമസഭയിൽ വെച്ചിട്ടാണ് ബാക്കി മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമൊക്കെ ഏൽച്ചത്. പക്ഷേ ഇപ്രാവശ്യം വി ഡി സതീശന്റെ ടീമിൽ എല്ലാ മന്ത്രിമാരും ഒന്നിച്ച്, അതായത് 21 പേരും, വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരും ഒന്നിച്ചാണ് ഗവർണർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഇന്ന് അധികാരം വെച്ചത്. അതിനുശേഷം നടന്ന ആദ്യ ക്യാബിനറ്റ് യോഗം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു. അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു 11 മണിയോടുകൂടി സത്യപ്രതിജ്ഞ എല്ലാം നടന്നതിന് ശേഷം നേരെ ലോക്ഭവനിലേക്ക് പോകുന്നു. അവിടെ ഒരു വിരുന്ന് ഗവർണർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു മന്ത്രിമാർക്ക് എല്ലാവർക്കും കൂടി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ സെക്രട്ടറിയിലേക്ക് എത്തുന്നു. സെക്രട്ടേറിയറ്റിലേക്ക് എത്തി ആദ്യ ക്യാബിനറ്റ് യോഗം കൂടുന്നു. അതിനുശേഷമാണ് ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം ഇന്ന് വി ഡി സതീശൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, അതിൽ ഏറ്റവും കൂടുതൽ വി ഡി സതീശൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആശാ വർക്കർമാരുടെ ഒരു സമരമാണ്. അതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഈ വി ഡി സതീശൻ ഉൾപ്പെടെ UDF നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സുകളിൽ യാത്ര ഉൾപ്പെടെ 5 ഗ്യാരണ്ടികളാണ് പ്രഖ്യാപിച്ചത്. അതിൽ 5 പ്രധാന വാഗ്ദാനങ്ങളിൽ 2 എണ്ണമാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്ര. അത് അടുത്ത മാസം 15-ം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നു. അതിലൊരു സംശയമൊന്ന് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമെന്ന് പറഞ്ഞു. അതുപോലെ ബസ്സുകളിലടക്കം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അതായത് ഒരു ജില്ലകളിൽ മാത്രമാണോ ഈ സൗജന്യ യാത്ര, അതായത് അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാനും സൗജന്യ യാത്ര ഉണ്ടോ എന്നൊരു ഡൗട്ട്, അങ്ങനെ ഒരു ചർച്ചാ വിഷയങ്ങളൊക്കെ ഇപ്പോൾ KSRTC ബസ്സുകൾ നടക്കുന്നുണ്ട്. അതിന്റെ വ്യക്തമായ നിർദ്ദേശങ്ങളടക്കം സർക്കാർ ഉടനെ തന്നെ പുറത്തിറക്കുമെന്നാണ് പറയുന്നത്. കൂടാതെ രാജ്യത്ത് തന്നെ ആദ്യമായി വയോജനങ്ങൾക്ക് മാത്രമായി പ്രത്യേക സർക്കാർ വകുപ്പ് രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചിരിക്കുന്നു. നമുക്കറിയാം, പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി സർക്കാരിന് ഏറ്റവും കൂടുതൽ ആടി ഒലപ്പിച്ച അല്ലെങ്കിൽ മുൾമുനയിൽ നിർത്തിയ ഒരു സമരമായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ വീണ ജോർജ്, പിന്നെ ചിഞ്ചു റാണി അടക്കമുള്ള മന്ത്രിമാരുണ്ടായിരുന്നിട്ടും അവരൊന്നും തന്നെ ഈ ആശാ വർക്കർമാരുടെ വിഷമം, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രയാസങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു മനസ്സലിയുന്ന തരത്തിൽ അവരെ പറ്റിയുള്ള പ്രശ്നങ്ങൾ പഠിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്താനോ ഒന്നും അവർ തയ്യാറായില്ല. പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു കാരണവശാലും ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കില്ല എന്നുള്ളൊരു നീക്കമായിരുന്നു, ഒരു തീരുമാനമായിരുന്നു ഇവരെടുത്തിരുന്നത്. പക്ഷേ ആ സമയത്ത് വി ഡി സതീശൻ ഇവരുടെ സമരപ്പന്തൽ സന്ദർശിക്കുകയും അനുകൂലമാവുന്ന രീതിയിൽ, അത് അനുകൂലമാകുന്ന ഒരു പ്രസ്താവനയാണ് വി ഡി സതീശൻ അന്ന് നടത്തിയത്. UDF അധികാരത്തിൽ വന്നാൽ ആദ്യം എടുക്കുന്ന തീരുമാനം ആശാ വർക്കർമാരുടെ ഓണറ്റോറിയം വർദ്ധിപ്പിക്കുമെന്ന ഒരു നിർണായകമായ ഒരു തീരുമാനം അന്ന് എടുത്തിരുന്നു. ആ ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ആശാ വർക്കർമാർക്ക് 3000 രൂപയാണ് ഇപ്പോൾ നൽകുന്നത്. ഇപ്പോൾ അവർക്ക് 9000 രൂപയാണ് ആശാ വർക്കർമാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ 12000 രൂപയാകും. കൂടാതെ റിട്ടയർമെന്റും ബെനിഫിറ്റും ആശാ വർക്കർമാർക്ക് ഉണ്ടാകും. ഇത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ KSRTC ബസ്സുകളിലേക്കുള്ള സൗജന്യ യാത്ര, അതോടൊപ്പം തന്നെ ആശാമാരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള സുപ്രധാനമായ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. കൂടാതെ പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിൽ വി ഡി സതീശൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ 1000 രൂപ കൊണ്ട് ഒന്നും ആകില്ല എന്ന് എനിക്കറിയാം. പക്ഷേ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചമാവുന്ന സ്ഥിതി അനുസരിച്ച് പ്രീ പ്രൈമറി ടീച്ചർമാർക്കും അതോടൊപ്പം തന്നെ ആയമാർക്കും 1000 രൂപയുടെ കൂടുതൽ അവർക്ക് അനുകൂലമാകുന്ന രീതിയിലുള്ള ഒരു തുക പ്രഖ്യാപിക്കുമെന്ന് വി ഡി സതീശൻ ഉറപ്പ് നൽകുന്നുണ്ട്. കൂടാതെ അംഗനവാടി വർക്കേഴ്സിനും 1000 രൂപയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവർക്ക് കൂടുതൽ തുക പ്രഖ്യാപിക്കുമെന്ന ഒരു നിർണായകമായ ഒരു വാക്കും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയോധികരുടെ ക്ഷേമത്തിനായി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത ചരിത്രപരമായ തീരുമാനമാണ് മന്ത്രിസഭ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. വയോജനങ്ങൾക്കായി മാത്രമായി ഒരു പുതിയ മന്ത്രാലയവും വകുപ്പും കേരളത്തിൽ നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ജപ്പാൻ സർക്കാരിന്റെ വയോജന നയ മാതൃക, അതിനെ പിന്തുണച്ചുകൊണ്ട് ശാസ്ത്രീയവും ദീർഘവീക്ഷണവുമായ ഒരു പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നു. അതിനുവേണ്ടി ബന്ധപ്പെട്ട ഒരു വിശദമായ ഒരു പഠനം നടത്താൻ ഒരു പ്രത്യേക സമിതിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. നിയമസഭാ സമ്മേളനം മെയ് 21-നും മെയ് 22-നും ചേരാൻ ഗവർണർക്ക് ശുപാർശ നൽകുമെന്ന് വി ഡി സതീശൻ പറയുന്നു. മെയ് 29-ന് സർക്കാരിന്റെ നയപ്രഖ്യാപനവും നടത്തും. കൂടാതെ ജൂൺ 5-ന് ബഡ്ജറ്റ് പ്രഖ്യാപനം ആ രീതിയിലേക്ക് പോകുന്നുണ്ട്. കൂടാതെ ജി സുധാകരനാകും പ്രോടൈം സ്പീക്കർ. കാരണം നമുക്കറിയാം, സുധാകരൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത്
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അതിനുശേഷം സർക്കാരുമായിട്ട് രണ്ടാം പിണറായി സർക്കാരുമായിട്ടൊക്കെ ഇടഞ്ഞ് ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല. ഇപ്പോൾ അധികം സ്വതന്ത്രമായി ആലപ്പുഴയിൽ മത്സരിച്ചാണ് ഇപ്പോൾ പ്രോടൈം MLA ആയി വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു മുതിർന്ന നേതാവായി കണ്ടുകൊണ്ടാണ് പ്രോടൈം സ്പീക്കറാക്കാനായിട്ട് VD സതീശൻ ഒരു നിർണായകമായ നീക്കം നടത്തിയത്. കൂടാതെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നവകേരള പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ UDF പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ വലിയ രീതിയിലൊരു പ്രതിഷേധം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയിരുന്നു. ആ സമയത്ത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കോൺവയിൽ, അതായത് സുരക്ഷാ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിക്രൂരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം മർദ്ദിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വന്ന് പൊതുജനമധ്യത്തിലും അടക്കം വലിയ രീതിയിലുണ്ടായിരുന്നു. അത് കോടതി അടക്കം ആദ്യം ഈ കേസ് പരാതിയായിട്ട് വന്നപ്പോൾ ഇതിലൊന്നും പരാതിയില്ല, തെളിവില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് തള്ളുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ അത് മജിസ്ട്രേറ്റിന് അടുത്തേക്ക് എത്തിയപ്പോൾ ഇതിലൊരു കഴമ്പുണ്ട്, ഇതിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞാലും ആ കേസ് തേച്ച് മാച്ച് കളയുന്ന ഒരു രീതിയിലേക്ക് പോയി. പക്ഷേ ഇന്നത്തെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ പത്രസമ്മേളനത്തിൽ VD സതീശൻ പറഞ്ഞത് അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവാണ് ഇപ്പോൾ VD സതീശൻ പുറപ്പെടുവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആരുടെയും മേലൊരു വാശിയോ അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യമൊന്നും തീർക്കാനൊന്നുമല്ല. കേസ് കോടതിയിൽ കിടപ്പുണ്ട്. അപ്പോൾ വിശദമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിൽ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞാൽ ബാക്കി അതിനുള്ള നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽനോട്ടം പോകാമെന്ന് VD സതീശൻ പറയുന്നുണ്ട്. കൂടാതെ T അസിഫ് അലിയെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാക്കി നിയമിച്ചുകൊണ്ട് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജെജി ബാബു ഇപ്പോൾ അഡ്വക്കേറ്റ് ജനറലായി നിയമിച്ചുകൊണ്ട് ഒരു ഉത്തരവ് വരുന്നുണ്ട്. അതിനുശേഷം ഇനി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ജി തിലക് ഈ മാസം, അതായത് അടുത്ത മാസം 30-ാം തീയതി കൂടി വിരമിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഇനി അടുത്ത ചീഫ് സെക്രട്ടറി ആര് എന്നൊരു ചോദ്യം ഇവിടെ ഉദിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസ് സംവിധാനത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാകുമോ എന്നടക്കം ഉള്ളതും കാതോർത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. അതിന് അടുത്ത ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിലാകും നിർണായകമായ ഒരു തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നത്.